بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله نعمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. വന്യരായ മാതാക്കളെ, സ്നേഹമുള്ള സഹോദരിമാരെ, സഹപ്രവർത്തകകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ കാലമായി നമ്മൾ തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചു കൊണ്ടിരുന്ന വിശുദ്ധ മന്ദിരം പരിശുദ്ധ കഅബ ഒന്ന് കാണുവാനും അവിടെ ഒന്ന് നമസ്കരിക്കുവാനും അള്ളാഹുവോട് ഉള്ളു തുറന്ന് പറയുവാനും വളരെ നാളായി ആഗ്രഹിച്ചിരുന്ന ആഗ്രഹം അൽഹംദുലില്ലാഹ് നമുക്ക് സഫലമായിരിക്കുകയാണ്. പരിശുദ്ധ ഭവനം സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമിയിൽ പരിശുദ്ധ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാം എത്തിപ്പെട്ടിരിക്കുകയാണ്. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ കഅബ പണിതുയർത്ത് കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് കൽപ്പിച്ചു, ഇബ്രാഹിം, ലോക ജനതയെ ഈ ഭവനത്തിലേക്ക് ക്ഷണിക്കണമെന്ന്. ഇത് കേട്ടപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ആശങ്ക പ്രകടിപ്പിച്ചു, അല്ലാഹുവേ, ഈ താഴ്വരയിൽ നിന്നുകൊണ്ട് ഞാൻ ലോക ജനങ്ങളെ വിളിച്ചാൽ ആരാണ് എൻ്റെ ആ വിളി കേൾക്കാനുണ്ടാവുക? ഇത് കേട്ടപ്പോൾ അള്ളാഹു അരുളി, അത് നീ ചിന്തിക്കേണ്ടതില്ല, നീ വിളിക്കൂ, അത് കേൾപ്പിക്കുന്നവൻ ഞാനാണ് എന്ന് അള്ളാഹു ഏറ്റെടുത്തു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കാമു ഇബ്രാഹിം എന്ന ആ കല്ലിൽ കയറി നിന്നുകൊണ്ട് ലോക സമൂഹത്തെ ഈ പരിശുദ്ധ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ അടിയാറുകളെ, അള്ളാഹുവിന്റെ ഈ ഭവനത്തിലേക്ക് കാൽനടയായിക്കൊണ്ടോ വാഹനത്തിൽ കയറിക്കൊണ്ടോ ഈ വാഹനത്തിൽ ഈ മന്ദിരത്തിൽ എത്തിച്ചേരുവീൻ എന്ന ആ വിളി ജനപദങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ വർഷാവർഷം ലക്ഷോപലക്ഷം ജനങ്ങൾ വന്ന് ഈ ഭവനത്തെ സന്ദർശിക്കുകയും ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അള്ളാഹുവിന്റെ നേരിട്ടുള്ള വിളി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വായിലൂടെ, നാവിലൂടെ നമുക്കും ലഭിച്ചപ്പോൾ നമ്മൾ നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെയും നമ്മുടെ വളരെ വേണ്ടപ്പെട്ടതെല്ലാം അവിടെ വിട്ടേച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അടിയനിതാ ഹാജരായിരിക്കുന്നു അള്ളാഹുവേ, അടിയനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭവനത്തിങ്കൽ നമ്മൾ വന്നിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇത് സ്വീകരിച്ചുകൊണ്ട് തക്കതായ പ്രതിഫലം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് ഒരു പ്രയാസവും കൂടാതെ നമ്മുടെ വീടുകളിൽ തിരിച്ചെത്തുവാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ അഭാവത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലാത്ത വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ഇസ്ലാമിലെ ആരാധനകൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാമിലെ ഒരു ആരാധനയുടെയും രൂപത്തിലല്ല ഹജ്ജ് എന്ന ആരാധനാ കർമ്മം ഉള്ളത് എന്ന് നാം ഇപ്പോൾ അനുഭവിച്ചറിയുകയാണ്. ആരാധനാ കർമ്മങ്ങളായിട്ടുള്ള നമസ്കാരവും സക്കാത്തും നോമ്പും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തിന്റെ സമർപ്പണം മാത്രമാണ്. നമസ്കാരം
നമ്മുടെ ആത്മീയ സമർപ്പണമാണ് അള്ളാഹുവിനോട് പ്രകടിപ്പിക്കുന്നത് എങ്കിൽ സക്കാത്ത് സാമ്പത്തിക രംഗത്തുള്ള സമർപ്പണമാണ് അള്ളാഹുവിന് നമ്മൾ അർപ്പിക്കുന്നത്. നോമ്പും അങ്ങനെ തന്നെ ഭൗതികേച്ഛകളിൽ നിന്ന് അള്ളാഹുവാണ് വലുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ശാരീരികമായിട്ടുള്ള സമർപ്പണമാണ് നോമ്പിലൂടെ. എന്നാൽ ഹജ്ജ് കർമ്മം ഈ പറയുന്ന എല്ലാറ്റിൻ്റെയും ഒന്നിച്ചുള്ള സമർപ്പണമാണ് ഹജ്ജ്. അതായത് ശാരീരികവും മാനസികവും സാമ്പത്തികവും ആത്മീയവുമായിട്ടുള്ള എല്ലാറ്റിൻ്റെയും സമർപ്പണമാണ് ഹജ്ജ് കർമ്മത്തിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി പറഞ്ഞത്, സ്വീകാര്യയോഗ്യമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നവർക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമാവുകയില്ല എന്ന്. മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, അരുതായ്മകൾ സൂക്ഷിച്ചുകൊണ്ട്, അനാവശ്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, നിരോധങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ തന്റെ മാതാവ് തന്നെ പ്രസവിച്ച ആ പിഞ്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായ ഹൃദയത്തോടുകൂടി, വെള്ളക്കടലാസ് പോലുള്ള ഹൃദയത്തോടുകൂടിയാണ് അങ്ങനെയുള്ള ആളുകൾ മടങ്ങിപ്പോവുക എന്നാണ്. ആ രൂപത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇസ്ലാം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് അവന്റെ ജീവിതത്തിന്റെ സമർപ്പണമാണ്. ഇസ്ലാം സമർപ്പണമാണ്. ജീവിതം മുഴുവൻ അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ ദേഹങ്ങളും ധനങ്ങളും അവർക്ക് സ്വർഗം നൽകാം എന്ന പേരിൽ നാം വിലക്ക് വാങ്ങിയിരിക്കുന്നു. വിശ്വാസികളായിട്ടുള്ള ആളുകളിൽ നിന്ന്, സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും അവരുടെ സമ്പത്തും അവരുടെ ശരീരവും അള്ളാഹുവിന് സമർപ്പിച്ചാൽ അതിന് പകരം അവർക്ക് ലഭിക്കുന്നത് സ്വർഗമാണ് എന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ തിരുമേനി പറഞ്ഞത്, ശരീരവും സമ്പത്തും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഹജ്ജ് കർമ്മത്തിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ജീവിതം മുഴുവൻ അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കലാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അവസ്ഥ. പ്രാർത്ഥന കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുകയില്ല. പ്രാർത്ഥന കൊണ്ട് മാത്രം ഒരു മനുഷ്യനും ജീവിതത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കുവാൻ കഴിയുകയില്ല. ജീവിത വിജയത്തിൽ എത്തിപ്പെടുവാനും സാധ്യമാവുകയില്ല. പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനവും ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് ഹജ്ജ് കർമ്മത്തിലൂടെ നാം കാണുന്നത്. വിശ്വാസവും കർമ്മവും ഒത്തിണങ്ങിക്കൊണ്ടാണ്, പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നു ചേർന്നുകൊണ്ടാണ് ഹജ്ജ് കർമ്മം നമ്മൾ നിർവഹിക്കുന്നത്. പരിശുദ്ധ കഅബാലയം പണിതുയർത്തതിന് ശേഷം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ഭവനത്തിന് വേണ്ടി, ഈ നാട്ടുകാർക്ക് വേണ്ടി, ഈ പ്രദേശത്തിന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്ത്രീകളും ഹജ്ജും എന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി പറഞ്ഞത്, സ്ത്രീകളുടെ ഹജ്ജ് സ്ത്രീകളുടെ ജിഹാദാണ്, സ്ത്രീകൾക്കുള്ള ജിഹാദ് ഹജ്ജാണ് എന്നാണ് പറഞ്ഞത്. പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകരോട്, സ്ത്രീകൾക്ക് ജിഹാദ് നിർബന്ധമില്ല പ്രവാചകരെ എന്ന് അന്വേഷിച്ചപ്പോൾ, സ്ത്രീകൾക്ക് ജിഹാദായിട്ടുള്ളത് ഹജ്ജാണ് എന്ന് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഹജ്ജും സ്ത്രീകളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് എത്രത്തോളം ആണ്ട് പൂണ്ടുകിടക്കുന്നുണ്ട് എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള, അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹാജി, ഒരു ഹാജ, അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന 2-3 മഹൽ വ്യക്തിത്വങ്ങളുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഓർക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രിയതമ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നു. അതോടൊപ്പം അവരുടെ പ്രിയ കുഞ്ഞ് ഇസ്മായിൽ എന്ന പുത്രൻ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നു. ഇങ്ങനെ
ഹജ്ജ് കർമ്മത്തിന്റെ പരിശുദ്ധ മന്ദിരം കഅബ സ്ഥിതി ചെയ്യുന്ന മക്ക എന്ന ഭൂമിയിൽ ഏറ്റവും വിശുദ്ധമാക്കപ്പെട്ട പ്രദേശത്തിന് പിറവി നൽകുവാൻ തന്നെ കാരണമായിട്ടുള്ളത് മക്കയുടെ വന്യമാതാവ് എന്നറിയപ്പെടുന്ന ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ ആണ് അതിന് കാരണക്കാരിയായിട്ട് പ്രവർത്തിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ചിന്തിക്കണം, 1000 ആണ്ടുകളായി 4000 കൊല്ലങ്ങളായി മനുഷ്യ സമൂഹത്തിന്റെ ഹൃദയത്തിൽ മരിക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹദി ഹാജറ ബീവി റളിയല്ലാഹു അൻഹ എന്തായിരുന്നു അവരുടെ പ്രത്യേകത? ഇത്രമാത്രം ആളുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും അനുകരിക്കുകയും അനുഗമിക്കുകയും ചെയ്യുവാൻ മാത്രം എന്താണ് ഹാജറ ബീവിക്കുണ്ടായിരുന്നത്? ഈജിപ്തിൽ നിന്ന് ഒരു ഭരണാധികാരി സാറ ബീവിക്ക് വേലയെടുക്കുവാൻ വേണ്ടി ദാനമായി നൽകിയിട്ടുള്ള ഒരു അടിമപ്പെണ്ണായിരുന്നു ഹാജറ ബീവി എന്ന് ചരിത്രം പറയുന്നു. ഒരു ഭംഗിയുമില്ലാത്ത കറുത്തവളായിട്ടുള്ള കുറിയവളായിട്ടുള്ള ഒരു അടിമപ്പെണ്ണായിരുന്നു. പക്ഷേ അള്ളാഹുവിൽ തന്റെ ജീവിതം അങ്ങേയറ്റം അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും ആ വിശ്വാസത്തിന്റെ കരുത്തിൽ കരുപ്പിടിപ്പിച്ചിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ത്യാഗ പരിശ്രമങ്ങളും അതാണ് അവരെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തിയതും സമൂഹത്തിന്റെ മനുഷ്യ സമൂഹത്തിന്റെ സ്ത്രീകളുടെ മാത്രമല്ല പുരുഷ സമൂഹത്തിന്റെ കൂടി മനുഷ്യ സമൂഹത്തിന്റെ മാതാവ് എന്ന പദവിയിലേക്ക് അവരെ ഉയർത്തിയതും അവരുടെ ആ സമർപ്പണമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെയും ഹാജറ ബീവിയെയും പിഞ്ചു പൈതൽ ഇസ്മായിലിനെയും ഈ മക്ക എന്ന പ്രദേശത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോൾ നാം കാണുന്ന മക്കയായിരുന്നില്ല. 4000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മക്ക എന്ന് പറയുന്നത് ഒരു ജീവജാലങ്ങളുടെ അടയാളം പോലുമില്ലാത്ത കുന്നുകളാൽ ചുറ്റപ്പെട്ട വിജനമായിട്ടുള്ള ഒരു മരുഭൂമിയായിരുന്നു. ഒരു ദാഹത്തിന് ഒരു തുള്ളി വെള്ളം കിട്ടാത്ത, ഭക്ഷണത്തിന് എന്തെങ്കിലും ഒന്നെടുത്ത് ഭക്ഷിക്കാൻ സാധ്യമാകാത്ത വെറും വിജനമായ ഒരു പച്ചപ്പിന്റെ ഒരു അടയാളം പോലും കാണാത്ത, അതുകൊണ്ട് തന്നെ ജീവജാലങ്ങളുടെ ഒരു അടയാളം അടുത്ത പ്രദേശത്തൊന്നും ദർശിക്കാൻ കഴിയാത്ത അത്രയും വിജനമായ ഭീകരമായ മൂഖമായിട്ടുള്ള ഒരു പ്രദേശത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ ബീവിയെയും പിഞ്ചു പൈതലിനെയും കൊടുന്ന് താമസിപ്പിച്ച് ഒരല്പസമയം ഒരു കല്ലിൽ വിശ്രമിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ഹാജറ ബീവിക്ക് തോന്നി തന്നെയും പിഞ്ചു പൈതലിനെയും ഇവിടെ തനിച്ചാക്കിയിട്ട് അദ്ദേഹം പോവുകയാണ് എന്ന്. ഭയപ്പാടോടുകൂടി ആശങ്കയോടുകൂടി അവരെ വിളിച്ചന്വേഷിച്ചു, അല്ല, താങ്കൾ പോവുകയാണോ? എന്നെയും കുഞ്ഞിനെയും ഈ മരുഭൂമിയിൽ തനിച്ചാക്കിയിട്ട് താങ്കൾ പോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. തന്റെ പ്രിയതമയുടെ മുഖത്ത് നോക്കി ഈ അവസ്ഥയിൽ അതേ ഞാൻ പോവുകയാണ് എന്ന് പറയാനാവുന്നില്ല. 2-3 തവണ അതേ ചോദ്യം ആവർത്തിച്ചപ്പോഴാണ് അതേ ഞാൻ പോവുകയാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്. ഇത് കേട്ടപ്പോൾ ഹാജറ ബീബി 4ാമത് ചോദിക്കുന്നത്, അള്ളാഹു കൽപ്പിച്ചിട്ടാണോ, അള്ളാഹു പറഞ്ഞിട്ടാണോ താങ്കൾ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അതെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ഇത് കേട്ടപ്പോൾ അവര് പറഞ്ഞു, എങ്കിൽ താങ്കൾ പോയിക്കൊള്ളൂ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് താങ്കൾ ഇത് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹുവുണ്ട്, എനിക്കും എന്റെ കുഞ്ഞിനും അള്ളാഹു തുണയായിട്ടുണ്ട്, താങ്കൾ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഭർത്താവിനെ സന്തോഷത്തോടുകൂടി യാത്രയക്കുകയും അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസവും ആ വിശ്വാസത്തിന്റെ തണലിൽ തന്റെ ഭർത്താവിനോടുള്ള അനുസരണവും പൂർത്തീകരിച്ചപ്പോൾ ആ അചഞ്ചലമായ വിശ്വാസത്തിന്റെ ആ ബലത്തിലാണ് വിജനമായ ആ പ്രദേശത്ത് പച്ചപ്പകല് പോലും ഏതൊരു ധീരനെയും പേടിപ്പെടുത്തുന്ന അവസ്ഥയില് 2-3 രാത്രികള് തന്റെ കുഞ്ഞിനെയുമായിട്ട് ഹാജറ ബീവി കഴിഞ്ഞുകൂടിയത്. 2 രാത്രിയും 3 പകലുമായപ്പോഴേക്ക് കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണമൊക്കെ തീർന്നു, വെള്ളം തീർന്നു, കാരക്ക തീർന്നു. അങ്ങനെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ മുലപ്പാല് വറ്റിപ്പോയി. ആ സന്ദർഭത്തിൽ പിഞ്ചു പൈതൽ ഇസ്മായിൽ വാവിട്ട് കരയാൻ തുടങ്ങി. വെള്ളദാഹം കൊണ്ട്, വിശപ്പ് കൊണ്ട്
കരയാൻ തുടങ്ങിയപ്പോൾ അവരാകെ ആശങ്കയിലാണ്ടു. തന്റെ പിഞ്ചു പൈതലിന് ഒരിറക്ക് വെള്ളം കൊടുക്കുവാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലായിരുന്നു, നെട്ടോട്ടമായിരുന്നു. സഫ മർവ കുന്നുകളിലൂടെയുള്ള അവരുടെ ഓട്ടം. അവര് തൊട്ടടുത്ത് കാണുന്ന സഫാ കുന്നിലേക്ക് ഓടിക്കയറി നോക്കി. അവിടെ ആരെങ്കിലും ഉണ്ടോ? വല്ല യാത്രാ സംഘവും അതുവഴി കടന്നു പോകുന്നുണ്ടോ? തന്റെ കുഞ്ഞിനൊരൽപ്പം വെള്ളം കൊടുക്കുവാൻ എവിടെയെങ്കിലും വെള്ളത്തിന്റെ അടയാളമുണ്ടോ എന്ന് അന്വേഷിക്കുവാനാണ് പോയത്. കുറെ നേരം നോക്കി നിന്നിട്ട് ആരെയും കണ്ടെത്താൻ കഴിയാതെ അവിടെ നിന്ന് ഇറങ്ങി വന്നു. പിന്നെ അവർ കുഞ്ഞിന്റെ അടുത്ത് വന്ന് വീണ്ടും അവർ കയറുകയാണ്, സഫാ മർവാ കുന്നിലേക്ക് ഓടിക്കയറുകയാണ്. അങ്ങനെ അവിടെയും ഇത് തന്നെ ആവർത്തിച്ച് 6-7 തവണ തന്റെ കുഞ്ഞിന്റെ അടുത്തേക്കും സഫാ മർവ കുന്നുകൾക്കിടയിലും ഓടി നടന്ന് അവസാനം നിരാശയായി തന്റെ കുഞ്ഞ് വെള്ളം കിട്ടാതെ മരിച്ചു കാണുമെന്നുള്ള ആ ആശങ്കയോടുകൂടി കുഞ്ഞിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോൾ അവരുടെ കണ്ണുകളെപ്പോലും അവർക്ക് വിശ്വസിക്കാനായില്ല. കാരണം പ്രിയ പിഞ്ചു പൈതൽ ഇസ്മാഈല് കായിട്ടടിച്ച് കിടന്നിടത്ത് വെള്ളം ധാരയായി പൊട്ടിയൊഴുകിയതാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. തന്റെ കുഞ്ഞിനാവോളം വെള്ളം കുടിപ്പിച്ചിട്ട് അവരും വെള്ളം കുടിച്ചു. എന്നിട്ടും വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ ആ വെള്ളം തടഞ്ഞു നിർത്തുന്ന ഒരു തടാകമായി ഒരു തടയണ പണി ചെയ്തു അവര്. വീണ്ടും വെള്ളം ഒഴുകിയപ്പോൾ അടങ്ങൂ എന്നർത്ഥം വരുന്ന സംസം എന്നവര് വിളിച്ചു പറഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. ചരിത്രകാരന്മാരിൽ ചിലർ പറയുന്നത് അന്ന് ഹാജറ ബീവി ഒഴുകുന്ന ആ സംസമിനെ കെട്ടി നിർത്താൻ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ മരുഭൂമിയിലെ അത്യത്ഭുതകരമായി പരന്നൊഴുകുന്ന ഒരു പുഴയായിട്ട് സംസം മാറുമായിരുന്നു എന്നാണ്. അപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു ഉണ്ട്, തന്റെ കൂടെ, തന്റെയും തന്റെ കുഞ്ഞിന്റെയും കൂടെ അള്ളാഹു ഉണ്ട് എന്നുള്ള ആ വിശ്വാസത്തിന്റെ പിൻബലത്തിൽ താമസിക്കുകയും അങ്ങനെ പിഞ്ചു പൈതലിന് ദാഹിച്ചപ്പോൾ ആ അള്ളാഹു തന്നെ വെള്ളം നേരിട്ട് ഇറക്കി തന്നുകൊള്ളും എന്നൊന്നും പ്രതീക്ഷയിൽ പ്രാർത്ഥിച്ചിരിക്കാതെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു, അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമായിരുന്നു. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇന്ന് ലോകത്തുള്ള ഹാജിമാര്, വിശ്വാസികള് ഇവിടെ വന്നുകൊണ്ട് ഹജ്ജും ഉംറയും നിർവഹിക്കുമ്പോൾ ഇബ്രാഹിം നബി ഹാജറ ബീബി റളിയല്ലാഹു അൻഹയുടെ ആ കാൽപാദങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ്. ഏത് വലിയ രാജാവായിക്കൊള്ളട്ടെ, ഏത് വലിയ മഹാനായിക്കൊള്ളട്ടെ, സമ്പന്നനായിക്കൊള്ളട്ടെ, നേതാവായിക്കൊള്ളട്ടെ, അയാളുടെ ഹജ്ജും ഉംറയും സ്വീകാര്യമാവണമെങ്കിൽ ഹാജറ ബീവിയുടെ കാൽപാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മൾ കാണുന്നുണ്ട് ആ സഫാ മർവ കുന്നുകൾക്കിടയിലെ പച്ചലേറ്റ് കത്തിയടുത്ത് പുരുഷന്മാര് വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പറയുന്നത് ഹാജറ ബീവി താഴ്വരയിലൂടെ ഓടിയതാണ്. എന്നാൽ നടന്നു പോകുന്ന പ്രദേശത്ത് ഇന്ന് നമ്മൾ കാണുന്ന മിനുസമുള്ള മാർബിളും അതുപോലുള്ള സൗകര്യങ്ങളുമായിരുന്നില്ല, കുന്നുകളായിരുന്നു. മുള്ളും കല്ലും അതുപോലെ തന്നെ പാറക്കെട്ടുകൾ നിറഞ്ഞ മുള്ളുകളും നിറഞ്ഞിട്ടുള്ള പ്രദേശമായിരുന്നു അവിടെ. അതുകൊണ്ട് അവിടെ ഓടി നടക്കാൻ കഴിയാതെ അവർ പിടിച്ചും പതുക്കെ നടന്നുമാണ് പോയത്. അങ്ങനെ നടന്നയിടത്ത് നടക്കുകയും ഓടിയിടത്ത് ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ട് ഹാജറ ബീവിയുടെ മാതൃക പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, നാം ലോക മുസ്ലിങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്ന പരിശുദ്ധ കാബാലയം, തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന പരിശുദ്ധ മന്ദിരം, ആ മന്ദിരത്തിൽ ഹാജറ ബീവി താമസിച്ചിരുന്ന വീടിന്റെ സ്ഥലവും കൂടി അള്ളാഹുവിന്റെ കൽപ്പനയാൽ ആ സ്ഥലവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹിജ്റ ഇസ്മായിലുള്ള ഹാജറ ബീവിയും ഇസ്മായിൽ നബിയും താമസിച്ചിരുന്ന വീട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കഅബ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ അതേപോലെ തന്നെ പ്രിയമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെ വളർത്തിയെടുക്കുവാൻ നാം മനസ്സിലാക്കണം. ഇസ്മായിൽ നബിക്ക് ശിക്ഷണം നൽകുവാൻ, അള്ളാഹുവിനോടുള്ള കൽപ്പനകൾ പൂർത്തീകരിക്കുവാൻ, മാതാപിതാക്കളോടുള്ള അനുസരണം നിർവഹിക്കുവാൻ ഒരു മദ്രസയിലേക്കോ സ്കൂളിലേക്കോ പറഞ്ഞേക്കാനുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു ഗുരുവര്യന്റെ ശിക്ഷണത്തിലേക്ക് പറഞ്ഞുവിടുവാനും നിർവാഹമുണ്ടായിരുന്നില്ല. ഹാജറ എന്ന മാതാവിന്റെ മടിത്തട്ടിലാണ് ഇസ്മായിൽ എന്ന പുത്രന് ശിക്ഷണം ലഭിച്ചിട്ടുള്ളത്. ഏത് രൂപത്തിൽ നാം അറിയണം, ഇസ്മായിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പിതാവിന്റെ മാതാപിതാക്കളുടെ കൺമണിയായിക്കൊണ്ട് കരള് കുളിർപ്പിച്ചുകൊണ്ട് ഓടിച്ചാടി നടക്കുന്ന സന്ദർഭത്തിലെത്തിയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയുണ്ടാകുന്നത്, വഹിയുണ്ടാകുന്നത്.
ഇസ്മായിലിനെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കണ്ടപ്പോൾ, 3 ദിവസം തുടർച്ചയായി സ്വപ്നം കണ്ടപ്പോൾ, അത് വഹിയാണ്. പ്രവാചകന്മാർ 3 ദിവസം തുടർച്ചയായി ഒരു കാര്യം സ്വപ്നം കണ്ടാൽ അത് വഹിയാണ്. ഇത് മനസ്സിലാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, പ്രിയ മകനെ, യാ ബുനയ്യ ഇന്നി അറാ ഫീ മനാമി അന്നി അദ്ബഹുക, പ്രിയ കുഞ്ഞെ, നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിലൂടെ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എന്താണ് നിന്റെ അഭിപ്രായം? കുഞ്ഞിമകൻ പറയുന്നത്, യാ അബതി ഫഅൽ മാ തുഅമർ സതജിദ്നി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. പ്രിയ പിതാവേ, അള്ളാഹു എന്താണോ താങ്കളോട് കൽപ്പിച്ചിട്ടുള്ളത് അത് എന്റെ മേൽ നടപ്പിലാക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമാശീലരിൽ ഒരാളായിട്ട് താങ്കൾക്ക് എന്നെ കാണുവാൻ കഴിയുമെന്ന് പറയുന്ന ഇത്രയും ഈ രൂപത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസവും മാതാപിതാക്കളോടുള്ള അനുസരണവുമുള്ള ഒരു കുട്ടിയായി ഇസ്മായിൽ എന്ന കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നതില് ഹാജറ എന്ന മാതാവിന്റെ ശിക്ഷണം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഹജ്ജിന്റെ ഓരോരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും, അതേപോലെ തന്നെ ജംറകളിൽ കല്ലെറിയുമ്പോൾ അതിനെ സംബന്ധിച്ചും പറയുന്നത്, ഇസ്മായിൽ നബിയെ ബലിയെറുക്കുവാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ പിശാച് വന്ന് വഴി പിഴപ്പിക്കുവാൻ, ആ കുട്ടിയെ അറുക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല, താങ്കൾക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വഴി പിഴപ്പിക്കുവാൻ നോക്കിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ച, പിശാചിനെ ഓടിച്ച സ്ഥലം, അത് പരാജയപ്പെട്ടപ്പോൾ ഹാജറ ബീവിയുടെ അടുത്ത് വന്നു വലിയ പ്രതീക്ഷയോടുകൂടി. കാരണം സ്ത്രീകളെ വേഗം വഴിതെറ്റിക്കുവാൻ കഴിയും, പ്രത്യേകിച്ച് കുട്ടിയുടെ കാര്യത്തില്. അങ്ങനെ ഹാജറ ബീവിയോട് പറഞ്ഞു, ഇത്രയും കാലം നിന്റെയും കുട്ടിയുടെയും കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധയില്ലാതെ നടന്ന് ഇപ്പോൾ ഈ കുട്ടി രൂപത്തിലൊക്കെ ആയപ്പോൾ അതിനെ അറുക്കാനാണ് കൊണ്ടുപോകുന്നത് എന്ന രൂപത്തിൽ പറഞ്ഞിട്ട് ഹാജറ ബീവിയുടെ മനസ്സ് വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഹാജറ ബീവി അവിടെ വെച്ച് പിശാചിനെ കല്ലെടുത്തെറിഞ്ഞ് ഓടിപ്പിച്ചു എന്ന് ചരിത്രം പറയുമ്പോൾ, അങ്ങനെയുള്ള നമ്മുടെ ജംറകളിലുള്ള കല്ലേറ് അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ്. എന്റെ പ്രിയമുള്ളവരെ, അതിനെ അനുസ്മരിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബിയും ഹാജറ ബീവിയും ആ പിശാചിനെ എറിഞ്ഞ ഏറല്ല നമ്മൾ അറിയേണ്ടത്. പിശാചിനെ പരാജയപ്പെടുത്തുവാൻ അവർക്ക് ഒരാളുടെയും സഹായം വേണ്ടതുണ്ടായിരുന്നില്ല. പക്ഷേ നാം ഇന്ന് എറിയേണ്ടത് നമ്മുടെ നേർക്കുള്ള, നമ്മുടെ ജീവിതത്തിലുള്ള പിശാചിനെയാണ്. ഒരു കൂട്ടം പിശാചുക്കളെയുമായിട്ടാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് മക്കളായിരിക്കും, മക്കളോടുള്ള അമിതമായിട്ടുള്ള അതിരുകവിഞ്ഞ സ്നേഹം കൊണ്ട് അവരെന്ത് പറഞ്ഞാലും ഹലാലും ഹറാമും ചിന്തിക്കാതെ അള്ളാഹുവിന്റെ വിധിയും വിലക്കുകളും ഓർക്കാതെ ആ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന സ്വഭാവക്കാരാണ് നമ്മളെങ്കിൽ അതിനെതിരിലാണ് നാം കല്ലെറിയുമ്പോൾ ജംറത്തുൽ അഖബയിലുള്ള ഒന്നാമത്തെ ഏറ്റവും വലിയ കല്ല്, അതിനെതിരിലാണ് നാം അറിയേണ്ടത്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് സമ്പത്തിനോടായിരിക്കും. സമ്പത്ത് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. അള്ളാഹു അത് എങ്ങനെ ചിലവഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞ രൂപത്തിലൊന്നും അത് ചിലവഴിക്കാതെ ഇത് എനിക്കും എന്റെ മക്കൾക്കും സുഖിക്കാനുള്ളതാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് ആർഭാടപൂർവം ജീവിച്ചുകൊണ്ടിരിക്കുകയും തന്റെ മുമ്പിലുള്ള കഷ്ടപ്പെടുന്ന പട്ടിണി കിടക്കുന്ന അങ്ങനെ 1000 പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യ മക്കളിലേക്ക് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ ആ രൂപത്തിൽ സമ്പത്തിനോടുള്ള സമീപനമാണ് എങ്കിൽ നാം ആ രീതിയിൽ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരിൽ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമ്പത്തിനോടുള്ള പ്രേമത്തിനെതിരിലായിരിക്കണം നാം ജംറകളിൽ കല്ലെറിയുമ്പോൾ ഉണ്ടാകേണ്ടത്. അതേപോലെ തന്നെ ജീവിതത്തിലുള്ള അള്ളാഹുവിന്റെ നിയമത്തെ ലംഘിക്കുവാൻ നമ്മളോട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് പ്രവർത്തനമാണ്, ഏത് വിചാരമാണ് നമ്മളിലുള്ളത് എങ്കിൽ അതിൽ നിന്നൊക്കെയുള്ള മോചനമായിരിക്കണം നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഹാജറ ബീവിയും എറിഞ്ഞു ഓടിച്ചതുപോലെ നാം എറിഞ്ഞു ഓടിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഈ രംഗത്ത് നമ്മൾ പരാജയപ്പെട്ടാൽ, അഥവാ ഇവിടെ നമ്മൾ കുറെയൊക്കെ അങ്ങനെയും ഇങ്ങനെയൊക്കെ പലതും ചെയ്ത് പിന്നെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ജീർണതകളിലേക്കും തന്നെയാണ് നമ്മൾ തിരിച്ചെത്തുന്നത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ,
നാം മനസ്സിലാക്കേണ്ടതുണ്ട്, പരാജയമായിരിക്കും. ഈ ഹജ്ജോ ഉംറയോ അതുപോലുള്ള ഇത്തരത്തിലുള്ള കർമ്മങ്ങളോ ഒരിക്കലും നമ്മെ വിജയത്തിലെത്തിക്കുകയില്ല, സ്വർഗത്തിലെത്തിച്ചേരാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് നാട്ടിൽ നിന്ന് പോരുന്ന നമ്മൾ നല്ല ഒരു ഭാഗം, 2 ഭാഗവും ഹജ്ജ് ഉദ്ദേശിച്ച നമ്മൾ 2% ഭാഗം അവിടെ നിന്ന് പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മുടെ അഹങ്കാരവും നമ്മുടെ അസൂയയും അതേപോലെ തന്നെ സ്വാർത്ഥതയും ഇങ്ങനെയുള്ള എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചെടുത്തുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഈ കർമ്മം കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ട് മരണം വരെയും ആ രീതിയിലുള്ള ഒരു ജീവിതം നിലനിർത്തുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി തന്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അതാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരാധനാ കർമ്മങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്യുന്നതിന്റെ പേരല്ല ഇസ്ലാം. നാം ഈ ചരിത്ര ഭൂമിയിൽ, ഈ മഹത്തായ പരിശുദ്ധ വിശുദ്ധ ഭൂമിയിൽ വന്ന നാൾ മുതൽ പല ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പ്രദേശങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. മദീനയിലും അതേപോലെ തന്നെ മക്കയുടെ ഈ കാബം സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലൊക്കെയുള്ള പല പുണ്യസ്ഥലങ്ങളും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങള് നാം സന്ദർശിക്കുകയുണ്ടായി. അവിടെയൊക്കെയും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഹിറാ ഗുഹ മുതൽ സൗർ ഗുഹയിലൂടെ മദീന പലായനത്തിലൂടെ അങ്ങനെ തുടങ്ങി ഹിജറകളിലും ബൈഅകളിലും പടക്കളത്തിലും പള്ളിയിലും എല്ലാം തന്നെ സ്ത്രീകളുടെ സേവനമായിരുന്നു. ചരിത്രത്തിൽ ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് പുരുഷന്മാരുടെ ചരിത്രമല്ല, അത് പുരുഷന്മാരുടെ മാത്രം ചരിത്രമല്ല. ഇസ്ലാമിന്റെ ചരിത്രം അത് സ്ത്രീയും പുരുഷനും ഉൾക്കൊള്ളുന്ന ചരിത്രമാണ്. ലോകത്ത് എന്നെല്ലാം ഇസ്ലാം വളർന്നിട്ടുണ്ടോ, ഇസ്ലാം ഉയർന്നിട്ടുണ്ടോ, അതിന്റെ കിതപ്പും കുതിപ്പും സംഭവിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെയും സ്ത്രീയും പുരുഷനും ഉൾക്കൊള്ളുന്ന വിശ്വാസികളുടെ സമാജമാണ് അതിൽ പങ്കുവഹിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് ഹിറായിൽ ധ്യാനിച്ചിരുന്ന ആ കുന്നും ആ മലയും ആ ഗുഹയും നമ്മൾ കാണുകയുണ്ടായി. നമുക്കൊന്ന് താഴെ നിന്ന് എത്തി നോക്കാൻ പോലും സാധ്യമാകാത്ത അത്രയും ഉയർന്ന ഒരു കുന്നായിരുന്നു. പക്ഷേ നമ്മൾ അറിയുന്നുണ്ടോ, ആ കുന്നിലേക്ക് കയറിക്കൊണ്ടാണ് മഹാനായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പല പ്രാവശ്യം തന്റെ ഭർത്താവിന് ഭക്ഷണവും വെള്ളവും വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുപോയ ഭക്ഷണം തീർന്നിട്ടും വീട്ടിലെത്തിക്കാണുന്നില്ല എങ്കിൽ ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കിയിട്ട് അവർ ആ മലയിലേക്ക് ചുമന്നു കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രഭാതത്തിന്റെ ആ വെളിച്ചത്തില് വീട്ടിലേക്ക് ഓടി വന്നുകൊണ്ട് പേടിച്ച് വിറച്ച് പനിച്ച് വിറച്ചുകൊണ്ട് അദ്ദേഹം ഓടി വന്നുകൊണ്ട് സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, ഖദീജ എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെന്തോ ആപത്ത് വരാനിരിക്കുന്നുണ്ട്, എന്റെ കാര്യത്തിൽ എനിക്ക് പേടി തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടി വന്നപ്പോൾ ഖദീജ ബീവി പ്രതികരിച്ചത് നമ്മളായിരുന്നുവെങ്കിൽ നിങ്ങൾ ഓർക്കണം, നമ്മൾ ഇങ്ങനെയാണ് പ്രതികരിക്കുക. കാടും മലയും പുല്ലും നിറഞ്ഞ മാളത്തിൽ പോയി ഇരുന്നിട്ടല്ലേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞാനും ഈ പെൺകുട്ടികളും ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളിവിടെ തനിച്ചാക്കിയിട്ട് ആ മാളത്തിൽ പോയി ഒളിച്ചിരുന്നതിന്റെ ഫലമാണ് എന്നല്ല പ്രതികരിക്കുന്നത്. മറിച്ച് തന്റെ ഭർത്താവിനെ ഉടനെ തന്നെ പുതപ്പിച്ച് മൂടിയിട്ട് അങ്ങനെ കിടത്തി ഉറക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം സമാധാനമായി ഉണർന്നപ്പോൾ എന്താണ് അവിടെ ഉണ്ടായ സംഭവം? ജിബ്രീൽ അലൈഹിസ്സലാം വന്നതും ഇഖ്റ എന്ന് ഓതാൻ പറഞ്ഞതും, ഓതാൻ അറിയുകയില്ല, വായന അറിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് അങ്ങനെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തുകൾ ഓതിയതും ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ആ പടച്ച തമ്പുരാനെ വല്ല ജിന്നോ വല്ല ഭൂതമോ വല്ല പ്രേതമോ തന്റെ ഭർത്താവിനെ ബാധിച്ചതായിരിക്കും, വല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ല തങ്ങന്മാരുടെയോ ആ രൂപത്തിലുള്ള ഔലിയാക്കന്മാരുടെ ആരുടെയെങ്കിലും അടുത്തൊന്ന് കൊണ്ടുപോകട്ടെ എന്നല്ല അവര് മനസ്സിലാക്കുന്നത്. അവരതിനല്ല പുറപ്പെടുന്നത്. തന്റെ ഭർത്താവിന് ആ നാട്ടിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല വിവരമുള്ള ഒരു പണ്ഡിതന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്നത്, മുഹമ്മദ്, താങ്കൾ ഈ സമൂഹത്തിന്റെ വരാനിരിക്കുന്ന പ്രവാചകനായിട്ട് അള്ളാഹു താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള
ഈസായും മൂസായും അതുപോലുള്ള പ്രവാചകന്മാർക്ക് വന്നിട്ടുള്ള അതേ സത്വമാണ്, അതേ ജിബ്രീലാണ് താങ്കൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും ഈ പാത താങ്കൾക്ക് സുഖകരമാവുകയില്ല. താങ്കളെ നാട്ടുകാർ മർദ്ദിക്കും, പീഡിപ്പിക്കും. ഈ നാട്ടിൽ നിന്ന് താങ്കളെ അവർ നാടുകടത്തും, ഈ നാട്ടിൽ നിന്ന് താങ്കളെ അവർ പുറത്താക്കും എന്നൊക്കെ കേട്ടപ്പോൾ ഖദീജ ബീവി വാവിട്ട് കരയുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനായി നിയോഗിച്ച തന്റെ ഭർത്താവ് ഒന്നാമതായിട്ട് ആ ഭർത്താവിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. അതിനുശേഷം തന്റെ പണവും തന്റെ മുഴുവൻ സമ്പാദ്യവും ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. നല്ല സമ്പന്നയായിരുന്ന അവര് പിന്നീട് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് മണിമാളികയിൽ കിടന്നുറങ്ങിയിരുന്ന അവര് മരുഭൂമിയിലെ മുൾപ്പടർപ്പിൽ കിടന്നുറങ്ങി, പട്ടിണി കിടന്നു, വിശപ്പും ദാഹവും സഹിച്ച് അവസാനം ഷേബ് അബി താലിബ് എന്ന മലഞ്ചെരുവില് ശത്രുക്കൾ പ്രവാചകനെയും വിശ്വാസികളെയും ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ വിശപ്പ് സഹിക്കാനാവാതെ കല്ലും മുല്ലും ചെരുപ്പിന്റെ മാറുവരെ തിന്നിട്ട് വിശപ്പ് മാറ്റാൻ ശ്രമിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ പ്രവാചകനോടൊപ്പം എല്ലാവിധ ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട്, എന്നാലും പ്രവാചകന് ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട്, തൂണും തുണയുമായിട്ട് ശത്രുക്കളുടെ എതിർപ്പുകളും പ്രയാസങ്ങളും ഏറ്റുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന പ്രവാചകനെ അവർ ആശ്വസിപ്പിച്ചിരുന്നു. താങ്കൾ ബേജാറാവേണ്ട, താങ്കൾ ദുഃഖിക്കേണ്ട, താങ്കളെ അള്ളാഹു ഒരിക്കലും കൈവടിയുകയില്ല. അള്ളാഹു, താങ്കൾ അതിഥികളെ സൽക്കരിക്കുന്നവനാണ്, പാവങ്ങളെ സഹായിക്കുന്നവനാണ്, കുടുംബ ബന്ധം നിലനിർത്തുന്നവനാണ്. അതുകൊണ്ട് ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് താങ്കൾ പരിതപിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ, തന്റെ ഭർത്താവിനെ കൂടുതൽ ഉഷാറോടെ, ഉന്മേഷത്തോടെ സത്യദീനിന്റെ മാർഗത്തിലേക്ക് ഇറക്കി വിടുകയായിരുന്നു ഖദീജ ബീവി ചെയ്തിരുന്നത്. അങ്ങനെ പിന്നീട് മക്ക ജീവിതത്തില് അവർ വഫാത്തായി. പല ചരിത്ര പ്രസിദ്ധമായ പല സംഭവങ്ങളും, ബഹുലമായിട്ടുള്ള പല കാര്യങ്ങളും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കടന്നുപോയി. അവസാനം മക്കം ഫതഹിന്റെ സന്ദർഭം വന്നപ്പോൾ മക്കയിൽ നിന്ന് ആട്ടിയോടിച്ച് പ്രവാചകനും അനുചരന്മാരെയും, അങ്ങനെ അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് 10,000 ഭടന്മാരോടുകൂടി കടന്നു വരികയും മക്ക വിജയിച്ചടക്കുകയും ചെയ്ത ആ സന്ദർഭത്തിൽ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ, കാബയെല്ലാം വിഗ്രഹങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹം നേരെ പോകുന്നത് താനും ഖദീജയും താമസിച്ചിരുന്ന ആ വീട് നിൽക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം തന്റെ പ്രിയതമ ഖദീജ ബീവി അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടത്തിലേക്ക് നോക്കി കുറെ നേരം നോക്കി നിന്നു എന്ന്. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ സഹായിച്ച് താങ്ങും തണലും തൂണും തുണയുമേകിയ പ്രിയതമ ഈ വിജയം ആഘോഷിക്കുവാൻ, അതിന്റെ സന്തോഷം ഉൾക്കൊള്ളുവാൻ ഇന്ന് തന്നോടൊപ്പമില്ല എന്നുള്ള ആ ചിന്തയായിരിക്കാം അള്ളാഹുവിന്റെ റസൂല് അവരുടെ മക്ബറയിലേക്ക് നോക്കി അങ്ങനെ കുറെ സമയം നിശബ്ദനായി നിൽക്കുവാൻ കാരണം എന്ന് പറയുന്നു. ഇങ്ങനെ പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ ഇന്ന് പ്രദക്ഷിണം ചെയ്യുന്ന പരിശുദ്ധ കാബാലയം, ആ കാബാലയത്തിന്റെ മുറ്റത്ത് വെച്ചാണ്, അതിന്റെ പരിസര പ്രദേശത്ത് വെച്ചാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഷഹീദ് ഹസ്രത്ത് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ അബൂജഹിലിന്റെ കുന്തം കൊണ്ടുള്ള ഏറ്റുകൊണ്ട് ഒന്നാമതായി ഷഹീദായി വീണത്. നമ്മൾ അറിയണം, അബൂജഹില് സുമയ്യ ബീവി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അവരുടെ കുടുംബം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടപ്പോൾ സുമയ്യ ബീവിയെ മർദ്ദിച്ച് മർദ്ദനം കൊണ്ട് ബോധരഹിതയായി വീണപ്പോൾ അബൂജഹിലിന് ഉഷാറായി. എന്തായാലും ഇവൾ പെണ്ണാണല്ലോ, പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊന്നും ധൈര്യമുണ്ടാവുകയില്ല, പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ള ആ ഒരു പ്രതീക്ഷയും ഒരു ആവേശവും. അങ്ങനെ ബോധം തെളിഞ്ഞു വരുമ്പോൾ ഇവൾ എന്ത് പറയുന്നു എന്ന് നോക്കട്ടെ എന്ന് ചേർന്ന് ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോഴാണ് ബോധം തെളിഞ്ഞു വരുന്ന സുമയ്യ ബീവി അല്ലാഹ് മുഹമ്മദ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ബോധം തെളിയുന്നത്. ഇത് കേട്ട് ദേഷ്യം കൊണ്ട് അബൂജഹിൽ പറഞ്ഞു, എടി ദുഷ്ടേ, നീ ഈ വിശ്വാസവുമായി നിന്റെ അള്ളയും മുഹമ്മദുമായിട്ട് ഇന്ന് വൈകുന്നേരം വരെ ജീവിക്കുകയില്ല.
കഴിയുകയില്ല. ഈ വിശ്വാസം കൈയൊഴിക്കാഞ്ഞാൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞപ്പോൾ മരണത്തിന്റെ മുഖത്ത് കിടക്കുകയാണ് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ. മരണത്തിന്റെ ദൂതനായി ആങ്ങി ഓങ്ങി നിൽക്കുന്ന ആ കുന്തത്തിന്റെ മുൾമുന നോക്കിക്കൊണ്ട് അവര് മൊഴിയുന്നത്, മരണത്തെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന മറ്റൊന്നും എനിക്ക് ഈ ലോകത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ നിന്നെ പോലെയുള്ള ഈ ദുഷ്ടന്മാരുടെ മുഖം കാണാതിരിക്കാമല്ലോ എന്നാണ്. അങ്ങനെ ഇത് കേട്ട് അബൂജഹിൽ തന്റെ കുന്തം കൊണ്ട് ആഞ്ഞ് എറിഞ്ഞപ്പോൾ അത് ചെന്ന് തറച്ചത് അവരുടെ ഗുഹ്യഭാഗത്തായിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒന്നാമതായി ഷഹീദായി വീണ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ, അവർ ഈ മക്കയുടെ അവരുടെ രക്തം മുറ്റി വീണത് ഈ മക്കയുടെ പരിസരങ്ങളിലാണ്. ആ മണ്ണാണ് നമ്മുടെ മഹാന്മാരായിട്ടുള്ള പലരും ഷഹീദായി തീർന്ന മൃതപ്രായരാക്കുവാറ് ശത്രുക്കൾ പീഡിപ്പിച്ച് ചോരയൊലിപ്പിച്ചിട്ടുള്ള മണ്ണിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വന്നു നിൽക്കുന്നത്. ആ ഓർമ്മ നമ്മൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ കഴിയും, ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ അതിന് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി ശത്രുക്കൾ ഒരുക്കൂട്ടിയിട്ടുള്ള ഉഹദിൽ വെച്ചുള്ള യുദ്ധം. ഉഹദ് രണാങ്കണത്തിലെ മുസ്ലിങ്ങൾ ആദ്യം വിജയിക്കുകയും പിന്നീട് അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ പരാജയപ്പെട്ടപ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ കഴിയും, ഇസ്ലാമിന്റെ സ്ത്രീകള് അവർ ആയുധവുമായി പടക്കളത്തിലേക്ക് ഓടി വരികയാണ്. മുസ്ലിം സൈന്യം, വിശ്വാസികൾ, പുരുഷന്മാര് പലരും പിടിച്ചു നിൽക്കാൻ കഴിയാതെ തിരിഞ്ഞോടിയപ്പോൾ സ്ത്രീകളാണ് പടക്കളത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ ആയുധമെടുത്ത് അടരാടിക്കൊണ്ട് ഉമ്മു അമ്മാറ എന്ന ഒരു സ്ത്രീയെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അവര് പ്രവാചകന്റെ ചുറ്റിലും നിന്നിട്ട് മുന്നിലും പിന്നിലും നിന്നിട്ട് ആയുധമെടുത്ത് അടരാടുകയും പ്രവാചകനെ ശത്രുക്കളിൽ നിന്ന് തടുത്തു നിർത്തുവാൻ വേണ്ടി അവസാനം മുഹമ്മദ് എവിടെ, അവന്റെ കഥ ഞാൻ കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശത്രു കടന്നു വന്നപ്പോൾ അവർ അമ്മാറ അവൻ ഇങ്ങോട്ട് അടുക്കുന്നതിന്റെ മുമ്പേ അങ്ങോട്ട് ചാടി ആ വെട്ട് തടുത്തപ്പോൾ ആഴമുള്ള ആ വെട്ട് അവരുടെ തോളിലാണ് വീണത്. അങ്ങനെ വളരെ 2 കൊല്ലക്കാലം ആ വെട്ട്, ആ മുറിവ് ഉണങ്ങുവാൻ അവർ കിടന്ന് തന്നെ ചികിത്സിക്കേണ്ടി വന്നുവെന്നും പിന്നീട് അവരുടെ മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ ആ വെട്ട് അങ്ങനെ തന്നെ അവരുടെ തോളിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള അടയാളം കാണാൻ കഴിഞ്ഞിരുന്നുവെന്നൊക്കെ ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്, നമ്മൾ സ്ത്രീകൾ എന്ന് പറയുന്നവര്, ഇസ്ലാമിന്റെ സ്ത്രീകൾ എന്ന് പറയുന്നവര് നമ്മൾ അബലകളല്ല, നമ്മൾ ദുർബലകളല്ല, നമ്മളൊന്നിനും പറ്റാത്തവരല്ല, ഒന്നിനും കഴിയാത്തവരല്ല. അല്ല, നമ്മൾ ഇസ്ലാമിന്റെ സ്ത്രീകൾ എന്തിനും കഴിയുന്നവരാണ്, എന്തിനും കരുത്തുള്ളവരാണ്. ഒരു ചരിത്രത്തിന്റെ സമൂഹത്തിന്റെ ഗതിയെ തിരിക്കുന്നതില് മഹത്തായ സേവനം സമർപ്പിച്ചിട്ടുള്ളവരാണ് ഇസ്ലാമിന്റെ സ്ത്രീകൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാലം മുന്നോട്ട് പോയപ്പോൾ നമ്മൾ പിറകോട്ട് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കാരണം പറയുന്നത് കുരിശ് യുദ്ധകാലത്ത്, കുരിശ് യുദ്ധം സംഭവിച്ച കാലത്ത് മുസ്ലിം സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ 18 അടവും പയറ്റിയിട്ടുള്ള കുരിശ് സൈന്യം അവർക്ക് ആവാതെ വന്നപ്പോൾ അവർ ഒരു പഠനം നടത്തി. എന്താണ് മുസ്ലിങ്ങൾക്ക് നമ്മളെപ്പോലുള്ള ആയുധമില്ല, ശക്തമായിട്ടുള്ള ആയുധമില്ല അവർക്ക്, അതുപോലെ തന്നെ ശക്തമായ ഒരു നേതൃത്വവും അവർക്കില്ല. എന്തുകൊണ്ട്? എന്നിട്ടും അവർ അമ്പെ പരാജയപ്പെടാതെ ഉയർന്നു നിൽക്കുകയും പിടിച്ചു നിൽക്കുകയും കരുത്ത് കാണിക്കുകയും ചെയ്യാൻ എന്താണ് ഈ സമൂഹത്തിന്റെ പ്രത്യേകത എന്ന് അവർ പഠനം നടത്തിയപ്പോൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് മുസ്ലിം മാതാക്കളെയാണ്. വീട്ടിൽ നിന്ന് മക്കളെ വളർത്തിയെടുക്കുന്ന ഉമ്മമാരിൽ നിന്ന് ലഭിക്കുന്ന ശിക്ഷണമാണ്, ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ആദർശം. അങ്ങനെ തന്നെ പച്ചയായി അതിന്റെ ചൈതന്യത്തോടുകൂടി മക്കളിൽ വളർത്തിവിടുന്നതാണ് മുസ്ലിം സമൂഹത്തിന്റെ ശക്തിയും അവരുടെ എല്ലാ ചൈതന്യവും എന്ന് കണ്ടെത്തുകയും അവിടെ മുതൽ മുസ്ലിം മാതാക്കളെ ഒന്നിനും പറ്റാത്തവരായി വിദ്യാവിഹീനരാക്കി മാറ്റിയെടുക്കുവാനുള്ള വളരെ ആസൂത്രിതമായ തന്ത്രമാണ് സയനിസ്റ്റുകൾ നടത്തിപ്പോന്നത്. അത് ഒട്ടൊക്കെ വിജയിച്ചു എന്ന് വേണം കരുതാൻ. മുസ്ലിം സ്ത്രീകൾ
സ്ത്രീകളെ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് മാറ്റി നിർത്തി അവർക്ക് വിദ്യാഭ്യാസം നേടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പള്ളിയിൽ നിന്നും പള്ളിക്കൂടത്തിൽ നിന്നും സ്ത്രീകൾ മാറ്റി നിർത്തപ്പെട്ടു. അങ്ങനെ അജ്ഞതയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായി സ്ത്രീകൾ കഴിഞ്ഞുകൂടിയപ്പോൾ അവരുടെ മടിത്തട്ടിൽ നിന്ന് ശിക്ഷണം ഏറ്റുവാങ്ങിക്കൊണ്ട് വളർന്നു വന്നിട്ടുള്ള മുസ്ലിം സമൂഹത്തെ ഇന്ന് നമ്മൾ കാണുന്നത് എല്ലാ ജീർണതകളും ബാധിച്ച ഒരു സമൂഹമായിട്ടാണ്. ഭീരുത്വത്തിനടിമകളായിട്ടുള്ള അപകർഷതയും സുഖജീവിതവും മോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇന്ന് മുസ്ലിം സമൂഹമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, മുസ്ലിം സമൂഹം ഇന്ന് ലോകത്ത് നടക്കുന്ന ഏത് വൃത്തികെട്ട പ്രവർത്തനങ്ങളിലും മുസ്ലിം സമൂഹത്തിന്റെ പങ്കാളിത്തമുണ്ട്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ മലപ്പുറം ജില്ലയിൽ, കേരളത്തിന്റെ ഓരോരോ ജില്ലകൾ എടുത്ത് പരിശോധിച്ചാലും മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതില്, അശ്ലീല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, കൊള്ളയും കൊലപാതകവും നടത്തിക്കൊണ്ടിരിക്കുന്നതില് ഒക്കെ തന്നെയും മുസ്ലിം യുവാക്കള്, മുസ്ലിം ചെറുപ്പക്കാര് വളരെ ശക്തമായി പങ്കുവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയുകയില്ല, ഇസ്ലാമിക ജീവിതം അവർക്ക് ആവശ്യമില്ല. ഭൗതികതയും ഭൗതിക സുഖം മോഹിച്ചുകൊണ്ട്, പണവും ജീവിത സുഖവും മോഹിച്ചുകൊണ്ട് താന്തോന്നിത്തപരമായ ഒരു ജീവിതമാണ് ഇന്ന് നമ്മുടെ യുവാക്കളും യുവതികളും അതേപോലെ തന്നെ വളർന്നു വരുന്ന കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളിൽ വരെ ഈ രീതിയിലുള്ള തിന്മയുടെ എല്ലാവിധ അശ്ലീലതയുടെ മാതൃകകളായി നമ്മുടെ മക്കൾ മാറിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ മാതാക്കൾ കൺതുറക്കേണ്ടതുണ്ട്. ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഹജറ ബീബി റളിയല്ലാഹു അൻഹ ഇസ്മായിൽ എന്ന കുഞ്ഞിനെ അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസവും മാതാപിതാക്കളോടുള്ള അനുസരണവും പഠിപ്പിച്ചുകൊണ്ട് തന്റെ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ ഒരു മദ്രസയിലേക്കും ഒരു പാഠശാലയിലേക്കും പറഞ്ഞയക്കാനില്ലാതെ അവരുടെ ശിക്ഷണമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം കാണുകയുണ്ടായി, 70 കൊല്ലം സോവിയറ്റ് യൂണിയനിൽ ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ എല്ലാ അടയാളങ്ങളും തുടച്ചു നീക്കിക്കൊണ്ട് കമ്മ്യൂണിസം കടന്നു വന്നപ്പോൾ അല്ലാ എന്ന ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ ഇസ്ലാമിന്റെ എല്ലാ പേരും ചൂരും അടയാളവും തുടച്ചു നീക്കിയ ഭൂപ്രദേശമാണ് സോവിയറ്റ് യൂണിയൻ. അങ്ങനെ 70 കൊല്ലം പിന്നിട്ടപ്പോൾ, കമ്മ്യൂണിസം പരാജയപ്പെട്ടപ്പോൾ പിന്നീട് നാം കാണുന്നത്, മുമ്പ് അവർ കടന്നു വരുന്ന കാലത്ത് മുസ്ലിം രാജ്യങ്ങളായി നിലനിന്നിരുന്ന പ്രദേശങ്ങളൊക്കെയും ഒന്നൊന്നായി അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പാർട്ടിയായി, ഇസ്ലാമിന്റെ പ്രദേശമായി അവർ ഉയർന്നു നിൽക്കുന്നതാണ്. എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, മുസ്ലിം വീടുകളിൽ മുസ്ലിം മാതാക്കള് തങ്ങളുടെ മക്കൾക്ക് അറിവ് നൽകിയതാണ്, ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇസ്ലാം കെട്ടുപോകാതെ മനുഷ്യ മനസ്സിലെ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുവാൻ കാരണം എന്ന് കണ്ടെത്താൻ കഴിയും. അപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നാശത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മുസ്ലിം സമൂഹത്തെ, നമ്മുടെ യുവ സമൂഹത്തെ രക്ഷിക്കുവാൻ മാതാക്കളായ നമുക്ക് വലിയ ബാധ്യതയുണ്ട്. നമ്മളിവിടെ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ ഒരു തീരുമാനവുമായിട്ടാണ്, ഇങ്ങനെ ഒരു പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് നാം ഇവിടെ നിന്ന് തിരിഞ്ഞു പോകേണ്ടത്. കാരണം അള്ളാഹുവിന്റെ ദീന് കെട്ടിപ്പടുക്കുന്നതിൽ മഹത്തായ സേവനം സമർപ്പിച്ചിട്ടുള്ള ഒട്ടേറെ മഹതികളുടെ സംഭവ ബഹുലമായ ചരിത്ര സംഭവങ്ങൾ നാം ഇവിടെ നേർക്കുനേരെ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് നാം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ അടച്ചിരിക്കുവാനുള്ളവരല്ല. ഇസ്ലാമികമായ ജീവിതം, സ്വന്തം ജീവിതത്തിൽ ഇസ്ലാമികമായ ജീവിതം നയിച്ചുകൊണ്ട്, ആ രീതിയിൽ കുടുംബത്തിൽ പരിവർത്തനം സൃഷ്ടിച്ചെടുത്തുകൊണ്ട്, ആ രൂപത്തിലുള്ള ഒരു മാറ്റം അയൽവാസികളിലും പരിസരങ്ങളിലും സമൂഹത്തിലും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ബാധ്യത അതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വയുഖീമൂന സ്വലാത്ത വയുതൂന സക്കാത്ത വയുതീഊന അല്ലാഹ വറസൂലഹു എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ വാക്യം, മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അവരെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നവരാണ്. നമസ്കരിക്കുന്നവരും സക്കാത്ത് നൽകുന്നവരും നോമ്പനുഷ്ഠിക്കുന്നവരും ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നവരുമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് അവരെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നതിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുകയും അതിനു വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നതിൽ അവർ
പരസ്പരം സഹകരിച്ചുകൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് പണിയെടുക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ബാധ്യതയുണ്ട്. നമ്മുടെ കഴിഞ്ഞ കാല മഹദികള് അള്ളാഹുവിന്റെ ദീനിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി, അതിനെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി, നിലനിർത്തുന്നതിന് വേണ്ടി എപ്രകാരമാണോ ഈ ദീനിന് വേണ്ടി സേവനം ചെയ്തിട്ടുള്ളത്, ആ രീതിയിൽ സേവനം ചെയ്യാൻ കടപ്പെട്ടവരാണ് നമ്മൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ നമ്മളിൽ ഒരു മാറ്റമുണ്ടാക്കണം. ഈ ഹജ്ജ് കർമ്മം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പൈശാചികതകളിൽ നിന്നുമുള്ള മോചനമായിക്കൊണ്ട് ഇസ്ലാമിലേക്കുള്ള ഒരു തിരിച്ചു നടത്തമായിക്കൊണ്ട് മാറ്റിയെടുക്കുകയും നമ്മുടെ കുടുംബങ്ങളിലും ആ രീതിയിലുള്ള ശീലം വളർത്തിയെടുക്കുകയും ചെയ്യണം എന്ന് മാത്രമാണ് ഈ അർദ്ധ ഉറക്കത്തിലായി പോയ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരലും നമ്മുടെ ഈ പരിശുദ്ധ ഹജ്ജ് കർമ്മവും സ്വീകാര്യമായ ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച തമ്പുരാനെ, ഞങ്ങൾ പാവങ്ങളാണ്, പാപ്പികളാണ്, ഒട്ടേറെ തെറ്റുകൾ ചെയ്തു പോയിട്ടുള്ളവരാണ്. തമ്പുരാനെ, നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ എല്ലാ തെറ്റ് കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ നീ ഞങ്ങൾക്കത് എളുപ്പമാക്കി തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് നീ ദൂരീകരിച്ചു തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രയാസവുമില്ലാത്ത അവസ്ഥയിൽ അവരെ കണ്ടുമുട്ടുവാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണമേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രായത്താലും ആരോഗ്യപരമായ പല പ്രശ്നങ്ങളാലും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. തമ്പുരാനെ, അവർക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ പരിപൂർണ രൂപത്തിലുള്ള ആരോഗ്യം നൽകി, ആഫിയത്ത് നൽകി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اغفر لنا ذنوبنا ولوالدينا رب ارحمهما كما ربياني صغيرا. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفر المذنبين. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. لا إله إلا الله محمد